ഫോൺ ഗെയിമുകളൊന്നും വേണ്ട, PC-യിലും PS5 കളിക്കുന്ന ഹെവി ഗ്രാഫിക് ഇന്റൻസീവ് ഗെയിമുകൾ നമുക്ക് കയ്യിൽ പിടിച്ച് കളിക്കണം എന്നുണ്ടെങ്കിൽ ഇന്ന് കിട്ടാവുന്ന ഏറ്റവും മികച്ച ഡിവൈസുകളിൽ ഒന്നാണ് ഇതാ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഐറ്റം. ഞാനിപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് സ്പൈഡർമാൻ ആണ്. സ്പൈഡർമാൻ PS5 കളിക്കുന്ന ആ സെയിം ഗെയിമാണ് ഞാൻ ഇതിനകത്ത് കളിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാം അതിന്റെ പെർഫോമൻസ് വളരെ സ്മൂത്ത് ആയിട്ട് ഞാൻ ഈ ഗെയിം കളിക്കുന്നുണ്ട്. ഇത് മാത്രമല്ല, ഫോർസ 5 പോലുള്ള ഗെയിമുകളൊക്കെ ഞാൻ ഇതിൽ ഇൻസ്റ്റാൾ ചെയ്ത് കളിച്ച് നോക്കി. ഞാൻ ഇതിന്റെ സാമ്പിൾ കാണിക്കാം. ഓക്കെ, ഇത് ഏത് ഡിവൈസിനെ കുറിച്ചാണ് പറയണമെന്നല്ലേ? ലെനോവോയുടെ ലീജിയൻ ഗോ എന്ന് പറയുന്ന ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. ഹാൻഡ് ഹെൽഡ് ഗെയിമിംഗ് കൺസോൾ. സോ ഇതിന്റെ അൺബോക്സിംഗ് അധികം കാര്യമായിട്ടൊന്നും കാണിക്കുന്നില്ല. വലിയൊരു ബോക്സിലാണ്, ഇതുപോലത്തെ ഒരു ബോക്സിലാണ് വന്നത്. ഓപ്പൺ ചെയ്യുമ്പോൾ അതിനകത്ത് ഒരു ക്യാരിയിങ് കേസിൽ ഈ ഗെയിമിംഗ് കൺസോൾ ഉണ്ടായിരുന്നു. അതുകൂടാതെ 68 വാട്ടിന്റെ ചാർജറും അതിലുണ്ടായിരുന്നു. ഇത് കൂടാതെ ഈ ഒരു ബോക്സ് ലീജിയൻ ഗ്ലാസ് എന്ന് പറയുന്ന ഗ്ലാസും അവർ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. അത് അവിടെ ഇരിക്കട്ടെ, അതിനെക്കുറിച്ച് ഞാൻ വേറൊരു സെക്ഷനിൽ പറയാം. അപ്പോൾ ഇതാണ് ഈ ഒരു ലെനോവോ ലീജിയൻ ഗോ. ഇതിന്റെ ഡിസ്പ്ലേ കണ്ടോ, 8.8 ഇഞ്ച് വരുന്ന ഒരു ഹ്യൂജ് ഡിസ്പ്ലേ ആണ്. 500 നിറ്റ്സിന്റെ ബ്രൈറ്റ്നസ് ആണ് വരുന്നത്. LCD ഡിസ്പ്ലേ ആണ്, പക്ഷേ 144 ഹെർട്സിന്റെ റീഫ്രഷ് റേറ്റ് ഉണ്ട്. ക്വാഡ് HD+ ഡിസ്പ്ലേ ആണ്. ഗെയിം പ്ലേ എന്നല്ല, എന്ത് തരം സംഗതികളാണെങ്കിൽ ഇതിൽ നല്ല ഹൈ ക്വാളിറ്റിയിൽ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. നിങ്ങൾക്ക് ഇവിടെ കാണാം. ഞാൻ പല ഗെയിമുകൾ കളിച്ച് നോക്കി, അതിൻ്റെയൊക്കെ സാമ്പിൾ ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട്. കണ്ടു നോക്കിക്കോളൂ. ഏതൊക്കെ ഗെയിം എങ്ങനെയൊക്കെ കളിക്കുമെന്ന് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടുമല്ലോ. 16:10 ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ ഒരു ഡിസ്പ്ലേ ഇരിക്കുന്നത്. കോണിംഗ് ഗോറില്ല ഗ്ലാസ് 5 പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ ഡിസ്പ്ലേക്ക് കൊടുത്തിട്ടുണ്ട്. സോ കിട്ടാവുന്നതിലേക്ക് ഗെയിമിംഗ് കൺസോളിൽ കിട്ടാവുന്നതിലേക്ക് ഏറ്റവും മികച്ച ഡിസ്പ്ലേ തന്നെയാണ് ഇതിൽ വരുന്നത്. കൺട്രോളുകൾ രണ്ട് സൈഡിലും ഇഷ്ടംപോലെ ബട്ടണുകളുണ്ട്. നോർമലി കാണുന്ന ഈ ജോയ്സ്റ്റിക്കുകൾ, ഡി പാഡ്, മറ്റു ബട്ടണുകൾ, ABC അങ്ങനെയുള്ള ബട്ടണുകളൊക്കെ ഗെയിമിൽ പലതരത്തിൽ നമുക്ക് കോമ്പിനേഷൻ ഉപയോഗിക്കാവുന്ന ഗെയിം കൺട്രോളുകളാണ്. അത് കൂടാതെ ഒരു 3-4 സ്പെഷ്യൽ സംഭവങ്ങൾ ഇതിലുണ്ട്. നിങ്ങൾ ഇതൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയാം. ഈ മുകളിൽ കാണുന്ന ഈ ഒരു ബട്ടണാണ് കൺട്രോൾ ബട്ടൺ, കൺട്രോൾ സെന്റർ ബട്ടൺ. അത് ഞെക്കിയാൽ കൺട്രോൾ സെന്റർ വരും. നിങ്ങൾക്ക് ഇവിടെ കാണാം, കണ്ടോ? ഈ രീതിയിലാണ്. ഇതിൽ പവർ, പെർഫോമൻസ് വേണോ, ക്വൈറ്റ് വേണോ, അതേപോലെ തെർമൽ ഏത് രീതിയിൽ സെറ്റ് ചെയ്യണം, ഫാനിന്റെ സ്പീഡ് എങ്ങനെ സെറ്റ് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ ഡിവൈസിന്റെ ബ്രൈറ്റ്നസ്, മറ്റു കാര്യങ്ങൾ, ബ്ലൂടൂത്ത്, വൈഫൈ അതെല്ലാം കൺട്രോൾ ചെയ്യാനുള്ള കാര്യങ്ങൾ കാണാം. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും, റെസൊല്യൂഷൻ അടക്കമുള്ള എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യാൻ ഈ ഒരു ബട്ടൺ, ഈ ടോപ്പ് റൈറ്റിലുള്ള ബട്ടൺ ഉപയോഗിച്ചാണ് ചെയ്യുക. ലെഫ്റ്റിലാണെങ്കിൽ ലീജിയൻ സ്പേസ് എന്ന് പറയുന്ന സംഭവത്തിന്റെ ബട്ടണാണ് ഒരെണ്ണം കാണുക. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ബട്ടൺ ഞെക്കിയാൽ ലീജിയൻ സ്പേസ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ഓപ്പൺ ആയി വരും. ഇതിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള എല്ലാ ഗെയിമുകളും അതിൽ കാണാൻ പറ്റും എന്നാണ് അവർ പറയുന്നത്. ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത പല ഗെയിമും കാണുന്നില്ല, എന്നാലും അതാണ് അതിന്റെ ഒരു പർപ്പസ്. പിന്നെ താഴെ കാണുന്നത് മെനു ബട്ടൺ, ഗെയിമിന്റെ മെനു ബട്ടൺ ആണ്. ഇത് ഗെയിമിന്റെ വ്യൂ ബട്ടൺ ആണ്. പിന്നെ ഇപ്പുറത്തൊരു ചെറിയ ട്രാക്ക് പാഡും കാണാം. ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് ബട്ടൺസ് ആയിട്ട് വരുന്നത്. പിന്നെ ഇതിന്റെ ഇന്റർഫേസിനെ കുറിച്ച് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. Windows 11 ആണ്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ളതായിരിക്കും. അതിനെക്കുറിച്ച് ഞാൻ ഒന്നും പറയുന്നില്ല, ഡീസന്റ് ആണ്. ഇനി ഇതിൽ പോർട്സ് ആൻഡ് ബട്ടൺസ് കൂടി ഒന്ന് പറയാം. എന്നിട്ട് ഇതിന്റെ പ്രൊസസറിനെ കുറിച്ച് പറയാം. മുകളിൽ പവർ ബട്ടൺ, 3.5mm ജാക്ക്, പിന്നെ എയറിന്റെ ആ വെന്റിലേഷനും കാര്യങ്ങളും, മെമ്മറി കാർഡ് ഇടാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതേപോലെ Type-C വോളിയം ബട്ടൺ, താഴെയും ഒരു Type-C പോർട്ട് ഉണ്ട്. ബാക്കിൽ ഒരു സ്റ്റാൻഡ് ഉണ്ട്, നമുക്ക് ഇതെങ്കിലും വെച്ച് ഗെയിം കളിക്കാൻ വേണ്ടിയിട്ട്. സോ ഇത്രയുമാണ് ഇതിൻ്റെ ഒരു ഓവർവ്യൂ. ഈ റൈറ്റ് സൈഡിലെ ഗെയിമിംഗ് കൺസോൾ അല്ലെങ്കിൽ ഈ ഗെയിം കൺട്രോൾ ചെയ്യുന്ന ജോയ്സ്റ്റിക്കിൻ്റെ താഴെയായിട്ട് ഒരു FPS ബട്ടണും ഒപ്റ്റിക്കൽ മൗസിൻ്റെ കടി കാണുന്ന ഒപ്റ്റിക്കൽ സെൻസറും കാണാം. അതിൻ്റെ ആവശ്യമുണ്ട്, ഞാൻ പറഞ്ഞുതരാം. സോ അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഓവർവ്യൂ. ഇപ്പം നമ്മൾ ഗെയിം കളിക്കാൻ പോവുകയാണെങ്കിൽ ഇതിൽ ഏതാണ് പ്രോസസർ എന്നായിരിക്കും നിങ്ങളുടെ ചോദ്യം. AMD Ryzen Z1 Extreme എന്ന പ്രോസസറാണ്. ഒരു വിഷയമില്ല, സെറ്റ് ആയിട്ടുള്ള പെർഫോമൻസ് കിട്ടുന്നുണ്ട്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഗെയിം പ്ലേ ഒക്കെ സെറ്റാണ്, യാതൊരു ഇഷ്യൂ ഇല്ല. 16GB LPDDR5X RAM തന്നെ കൊടുത്തിട്ടുണ്ട്. 1TB SSD കിടക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ്പാൻഡ് ചെയ്യാമെന്ന് പറയുന്നു. 1TB SSD സാധാരണഗതിയിലൊക്കെ മതി, അത്യാവശ്യം സെറ്റപ്പാണ്. ഞാൻ ഒരു 5-6 ഗെയിമുകളൊക്കെ ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഒക്കെ സ്മൂത്ത് ആയിട്ട് കളിക്കാൻ പറ്റുന്നുണ്ട്, ഒരു പ്രശ്നവുമില്ല. സോ അപ്പോൾ പെർഫോമൻസിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടിയല്ലോ, യാതൊരു ഇഷ്യൂ ഇല്ല, സ്മൂത്ത് ആണ്. ആകെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ കൺട്രോൾ ബട്ടൺ അമർത്തിയിട്ട് ഇവിടെ കാണുന്ന പെർഫോമൻസ് മോഡ് എല്ലാം പെർഫോമൻസ് മോഡിലിടുക. പെർഫോമൻസ് മോഡിലിടണം, തെർമലും പെർഫോമൻസ് മോഡിലിടണം, ഫാനും ഫുൾ സ്പീഡിൽ തന്നെ കൊടുക്കണം. എന്നിട്ട് പവർ കേബിളും കൂടി കണക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ ഫുൾ പവറിൽ കളിക്കാൻ പറ്റുക. ഒരു ലാഗും ഇല്ലാതെ അടിപൊളിയായിട്ട് കളിക്കാൻ പറ്റുക. ഈ ഫുൾ സ്പീഡിൽ ഫാൻ ഇടുമ്പോൾ ഇങ്ങനെ സൗണ്ട് കേൾക്കും, ഭയങ്കര ശല്യമാണ്. ഇവിടെ എല്ലാവരും എന്തോ ഈ സൗണ്ട് എന്ന് ചോദിക്കുന്നൊരു അവസ്ഥയുണ്ട്. സോ കേട്ടോ, ഏകദേശം ഈ ലെവലിൽ സൗണ്ട് വരും. ആ ഫാനിൽ നിന്ന് കാറ്റ് പോകുന്നതിൻ്റെ ആ സൗണ്ടാണ്. അത് മാത്രം ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയ ഒരു കാര്യമാണ്. സോ അപ്പോൾ ഇതൊക്കെ പെർഫോമൻസ് മോഡിൽ ഇട്ടാലാണ് നമ്മൾ ഈ പറയുന്ന തരത്തിലുള്ള പവർഫുൾ പെർഫോമൻസ് ഈ ഡിവൈസ് തരിക. പക്ഷെ തരും നമുക്ക് ഈ സ്പൈഡർമാനും ഫോർസും ഒക്കെ ഇതിൽ കളിക്കാൻ പറ്റും. ഞാനിവിടെ കളിച്ച് കാണിക്കുന്നുണ്ട്. സോ അപ്പോൾ അതാണ് അതിൻ്റെ പെർഫോമൻസിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഡിസ്പ്ലേ പെർഫോമൻസ് രണ്ടും അടിപൊളി. പിന്നെ ഈ ഡിവൈസ് പല രീതിയിൽ പിടിച്ച് നമുക്ക് കളിക്കാം. ഒന്ന് ഈ രീതിയിൽ നോർമലി പിടിച്ച് കളിക്കാം. ഇതല്ലെങ്കിൽ ഇതൊക്കെ ഡിറ്റാച്ച് ചെയ്യാം. താഴെ ഒരു ചെറിയ ബട്ടൺ ഉണ്ട്, അതിൽ പ്രസ് ചെയ്തുകൊണ്ട് വലിച്ചാൽ ഇതിങ്ങനെ ഡിറ്റാച്ച് ചെയ്തെടുക്കാം. ഇപ്പുറത്തെയും അതുപോലെ തന്നെ ഒരു ബട്ടൺ ഉണ്ട്, പ്രസ് ചെയ്ത് ഡിറ്റാച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിന് സ്റ്റാൻഡ് ഉണ്ട്. ഈ സ്റ്റാൻഡിൽ ഇവിടെ വെച്ച് താഴെ വെച്ചിട്ട് ഇത് രണ്ടും കൈ പിടിച്ചിരുന്ന് കളിക്കാൻ വേണ്ടി സാധിക്കും. ഇത് ഡിറ്റാച്ച് മോഡ് എന്ന് വേണമെങ്കിൽ പറയാം. ഇനി ഇതിന് FPS മോഡ് എന്ന് പറയുന്ന ഒരു മോഡുണ്ട്. അതായത് ഫസ്റ്റ് പേഴ്സൺ ഷൂട്ടർ ഗെയിമുകളൊക്കെ കളിക്കുമ്പോൾ നമുക്ക് എയിം ചെയ്യാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് ഈ ഒരു ജോയ്സ്റ്റിക്കിനെ ഈ ബോക്സിൽ വരുന്ന ഈ ഒരു റിങ്ങിലേക്ക് ഇറക്കി വെക്കാം. നമുക്ക് ഇറക്കി വെച്ചിട്ട് ടേബിളിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ എയിം ചെയ്ത് വെടി വെക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. FPS മോഡിലാണ് ഈ ഒരു സംഗതി വെച്ചുകൊണ്ട് നമ്മൾ കളിക്കേണ്ടത്.
കളിക്കേണ്ടത്. അപ്പോൾ ഈ FPS ബട്ടൺ ഓൺ ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞു ഒരു FPS ബട്ടണും ഒപ്റ്റിക്കൽ സെൻസറും ഉണ്ടെന്ന്. ആ FPS ബട്ടൺ ഓൺ ചെയ്ത് വെക്കണം. അപ്പോഴാണ് ഇത് കറക്റ്റായിട്ട് എയിം ചെയ്യാനും ഫയർ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് സാധിക്കുക. സോ FPS ഗെയിമുകൾ, വാലറന്റ് പോലുള്ള ഗെയിമുകൾ കളിക്കുമ്പോൾ ഇത് ഉപയോഗിക്കാം. ഇനി ഇതൊന്നും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഡിവൈസ് ഒരു വലിയ കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീൻ നിങ്ങൾക്ക് അല്ലെങ്കിൽ മോണിറ്റർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലേക്ക് കണക്ട് ചെയ്തിട്ട് ഇത് രണ്ടും കൈപിടിച്ചിരുന്നുകൊണ്ട് നമുക്ക് മോണിറ്ററിൽ വെച്ചുകൊണ്ട് പ്ലേ സ്റ്റേഷൻ പോലെയൊക്കെ ഇരുന്നുകൊണ്ട് കളിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അതായത് ബാറ്റിൽ സ്റ്റേഷൻ മോഡ്. സോ ഒരു ഡിവൈസിൽ 4 യൂസ്. ഇനി ഇത് കൂടാതെ വേണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ലീജിയൻ ഗ്ലാസ്, ഇതാണ് സംഗതി. ഇതെന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, സാധാ ഗ്ലാസ് കണ്ണിലോട്ട് വെച്ചാൽ ഈ ഒരു കേബിളിൻ്റെ ടൈപ്പ് C അറ്റം കൊണ്ട് വന്നിട്ട് നമ്മുടെ ഈ ഒരു ലീജിയൻ ഗോ ഡിവൈസ് വെച്ച് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡിവൈസിൻ്റെ സ്ക്രീൻ അങ്ങനെ തന്നെ നമ്മുടെ ഈ ഒരു കണ്ണാടിയിലേക്ക് വരും. അപ്പോൾ നമുക്ക് ഗെയിമൊക്കെ അത്യാവശ്യം ഫുൾ HD റെസൊല്യൂഷനിൽ 60 FPS വലിയ സ്ക്രീനിൽ കണ്ടുകൊണ്ട് ഗെയിം കളിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇത് നിങ്ങൾക്ക് കമ്പ്യൂട്ടറിലോ അല്ലെങ്കിൽ നിങ്ങളുടെ മാക്കിലോ ഐപാഡിലോ എന്ത് ഫോണിലോ എന്തിൽ കണക്ട് ചെയ്താലും അതിൻ്റെ സ്ക്രീൻ വലുതായിട്ട് ഇതിൽ കാണാൻ പറ്റും. സോ എല്ലായിടത്തും ഉപയോഗിക്കാവുന്നതാണ്. ഗ്ലാസ് തനിയെ വാങ്ങിച്ചാലും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാരം. ഇതിന് കുറേ ബട്ടണൊക്കെ ഉണ്ട്, സ്പീക്കറൊക്കെ വരുന്നുണ്ട്. സോ വേണ്ട രീതിയിൽ ഉപയോഗിക്കാം. സോ അങ്ങനെ ഗെയിം ഈ ഒരു ഡിവൈസിൽ പല രീതിയിൽ കളിക്കാൻ പറ്റും, ഇൻക്ലൂഡിങ് ഈ ഗ്ലാസ്സിലടക്കം നമുക്ക് പല രീതിയിൽ കളിക്കാൻ പറ്റുന്നു എന്ന് സാരം. പിന്നെ ഓഡിയോ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ വരുന്നത് ബിൽറ്റ്-ഇൻ സ്പീക്കർ 2 സ്പീക്കർ വരുന്നുണ്ട്. സ്റ്റീരിയോ സ്പീക്കറാണ്, അത് 2 വാട്ടിൻ്റെ സ്പീക്കറാണ്. വലിയ സൗണ്ട് ഒന്നും അല്ല, ഒരു ശരാശരി അറിയാമല്ലോ. ചാർജ് നോക്കിയാൽ ഒരു 1.5-2 മണിക്കൂറാണ് നമുക്ക് ബാറ്ററി ലൈഫ് കിട്ടുന്നത്. പക്ഷേ ഈ ബാറ്ററി വെച്ചുകൊണ്ട് ഈ പറഞ്ഞ ഹെവി ഗെയിം, ഹെവി പെർഫോമൻസ് ഒന്നും കിട്ടുന്നില്ല. നമുക്ക് ചാർജർ കണക്ട് ചെയ്തിട്ടൊക്കെ കളിക്കുമ്പോഴാണ് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള സ്മൂത്ത് പെർഫോമൻസ് കിട്ടിയത്. സോ എങ്കിലും ബാറ്ററി കൊണ്ട് കളിക്കാൻ എന്നുള്ളത് കളിക്കാം. അതിൽ നമുക്ക് ഈ പറഞ്ഞ 1.5-2 മണിക്കൂറൊക്കെയാണ് മാക്സിമം കിട്ടുന്നത്. നോർമൽ യൂട്യൂബ് കാണാൻ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 2 മണിക്കൂർ കൂടുതൽ കിട്ടിയേക്കാം. ഞാൻ ഗെയിമുകളിൽ തന്നെയാണ് ചെയ്തത്. സോ 1.5 മണിക്കൂറൊക്കെയാണ് ബാറ്ററി ലൈഫ് കിട്ടുന്നുള്ളൂ. സോ അപ്പോൾ മൊത്തത്തിൽ ഈ ഒരു ഡിവൈസിൻ്റെ ഡിസൈൻ, അതേപോലെ ഇതിൻ്റെ പോർട്സ് ആൻഡ് ബട്ടൺസ്, ഡിസ്പ്ലേ, പെർഫോമൻസ്, ബാറ്ററി, എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു. നിങ്ങൾക്ക് ഇങ്ങനൊരു സംഭവം വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ലെനോവോ ലീജിയൻ ഗോ എനിക്ക് തോന്നുന്നു 88,000 ആ ഒരു റേഞ്ചിലാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. 80-90 ആ ഒരു റേഞ്ചിൽ ഇതിൻ്റെ പ്രൈസ് വരും. ഓഫറൊക്കെ ഉണ്ടാവും, നോക്കി വാങ്ങിക്കുക. താല്പര്യമുള്ളവർ മാത്രം വാങ്ങിച്ചാൽ മതി. എല്ലാവരും പോയി വാങ്ങിക്കുമെന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിക്കാൻ പോകുന്നെങ്കിൽ ഇതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ് എല്ലാം പെർഫോമൻസ് മോഡലിൽ ഇട്ട് സെറ്റാക്കി കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഗെയിമുകൾ, ഫോർസ 5 അടക്കമുള്ള ഗെയിമുകൾ ഞാൻ അതിനകത്ത് കളിച്ച് നോക്കി. എല്ലാം കളിക്കാൻ പറ്റുന്നുണ്ട്. ഹെവി ഗെയിമുകളെല്ലാം കളിക്കാം. സോ അതാണ് ഈ ഒരു ഡിവൈസിനെ കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം. ഞാൻ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഈ പറഞ്ഞ ഗെയിമുകളൊക്കെ ഡെയിലി കളിച്ചുകൊണ്ടിരിക്കുന്നു. ഹാപ്പിയാണ് ഈ ഒരു ഡിവൈസിൻ്റെ കാര്യത്തിൽ. ഹാൻഡ് ഹെൽഡ് ഗെയിമിംഗ് കൺസോൾ എന്ന രീതിയിൽ ലെനോവോ ഒരു ഗ്രേറ്റ് ജോബ് ചെയ്തിരിക്കുന്നു എന്ന് തന്നെ പറയാം. സോ താല്പര്യമുള്ളവർക്ക് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. വേണ്ടവർ ചെക്ക് ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ഷെയർ ചെയ്യാൻ മറക്കണ്ട. പിന്നെ ഇതുപോലുള്ള സംഗതികൾ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഈ കേട്ടതിൽ നിന്നും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്താണ് തോന്നിയെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. എല്ലാവരും കമൻറ്റ് കൂടി നോക്കുക. അപ്പോൾ മറ്റുള്ളവരുടെ അഭിപ്രായം കൂടി അറിയാമല്ലോ. സോ അപ്പോൾ അങ്ങനെയാണ് ലെനോവോ ലീജിയൻ ഗോയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയർ ഒക്കെ ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം.